ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഓടി നടന്ന് പ്രവർത്തിച്ച ആളാണ് മഹാത്മാഗാന്ധിജി. 1918 മുതൽ അദ്ദേഹം വിശ്രമരഹിതനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. അധികാര രാഷ്ട്രീയത്തിൽ തനിക്ക് താല്പര്യമില്ല എന്ന് ഗാന്ധിജി പറഞ്ഞതിനെ ഒരവസരമാക്കി മുതലെടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ അഭിനവ നേതാക്കന്മാരും അധികാരത്തിൽ നിന്ന് ഗാന്ധിജിയെ പരിപൂർണമായി ഒഴിവാക്കി എന്നതാണ് സത്യം. ഏതായാലും അധികാരത്തിന് വേണ്ടിയുള്ള ഒരു തർക്കമാണ്, വടംവലിയാണ് പിന്നീട് കോൺഗ്രസിൽ നടന്നത്. ഒരു ഭാഗത്ത് നെഹ്റു, അദ്ദേഹത്തെ പിന്തുണക്കുന്നവർ, മറുഭാഗത്ത് മുഹമ്മദ് അലി ജിന്ന, അദ്ദേഹത്തെ പിന്തുണക്കുന്നവർ. ഇവർക്കിടയിലെ മുപ്പിളമ തർക്കം ഒരു വലിയ പ്രതിസന്ധിയായി, പ്രശ്നമായി പിന്നീട് കോൺഗ്രസിൽ പരിണമിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ത്യയെ വെട്ടിമുറിച്ച് 2 രാജ്യമാക്കി ഒരു രാജ്യത്തിലെ പ്രധാനമന്ത്രിയായി നെഹ്റുവിനെ അവരോധിക്കുക, മറുഭാഗത്തിൻ്റെ നേതാവായി അല്ലെങ്കിൽ അധികാരിയായി മുഹമ്മദ് അലി ജിന്നയെ അവരോധിക്കുക എന്ന നിലയിൽ കോൺഗ്രസും അതിൻ്റെ നേതാക്കന്മാരും എത്തിപ്പെട്ടത്. എന്നാൽ നൂറുകണക്കിന് കൊല്ലങ്ങളായിട്ട് നീണ്ടുനിന്ന ഐതിഹാസികമായ സമരത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഫലമായി നേടിയെടുത്തിട്ടുള്ളതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. അങ്ങനെ സ്വതന്ത്രയാക്കപ്പെട്ട ഒരു രാജ്യത്തിനെ ഇപ്രകാരം വെട്ടിമുറുക്കാൻ ഇന്ത്യയിലെ ജനമനസ്സുകൾ സമ്മതിക്കുമായിരുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇനി എന്ത് എന്ന ചിന്ത വന്നത്. അവിടെയാണ് മതം എടുത്ത് ഈ വിഭജന തന്ത്രത്തിലേക്ക് ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്തത്. തുടർന്നാണ് മുസ്ലിങ്ങൾക്ക് ഒരു രാജ്യം വേണം എന്ന ചിന്താഗതി ഇന്ത്യയിൽ വളർന്നു വന്നത് എന്നതിനപ്പുറം ബോധപൂർവം അഭിനവ കോൺഗ്രസ് നേതാക്കന്മാർ വളർത്തിയെടുത്ത ഒരാശയമായിരുന്നു അത് എന്നതാണ് സത്യം. ഇപ്രകാരമാണ് മുസ്ലിങ്ങൾക്ക് ഒരു രാജ്യം, അതിൻ്റെ പേര് പാകിസ്ഥാൻ എന്നായിരിക്കും. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധരുടെ നാട്. അങ്ങനെ വിശുദ്ധരുടെ നാട് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാജ്യം സൃഷ്ടിക്കണം എന്ന് മുഹമ്മദ് അലി ജിന്ന ആവശ്യപ്പെട്ടു. മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ നെഹ്റു, ജിന്ന തുടങ്ങിയ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ ഇന്ത്യയെ വളരെ തന്ത്രപൂർവ്വം വെട്ടിമുറിക്കാൻ സമ്മതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.